ഡിസംബർ 20 വരെ നീളുന്ന ശീതകാല സമ്മേളനത്തിന്റെ നടത്തിപ്പിന് പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം അല്പസമയത്തിനകം. മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും ജനവിധിക്ക് പിന്നാലെയാണ് പാർലമെന്റ് സമ്മേളനം നാളെ ആരംഭിക്കുന്നത്. അദാനിക്കെതിരായ US കോടതി നടപടിയും മണിപ്പൂരിൽ അവസാനിക്കാത്ത സംഘർഷവുമടക്കം നിരവധി വിഷയങ്ങൾ പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കും. സിബി ജോസഫ് ചേരുന്നു. സിബി, സർവകക്ഷി യോഗം ആരംഭിച്ചോ? എന്തൊക്കെയാണ് യോഗത്തിൽ ചർച്ചയാവുക? ഷമ്മി, സർവകക്ഷി യോഗം ആരംഭിച്ചിട്ടുണ്ട്. സാധാരണ ഈ ഒരു പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി തലേദിവസം ഇതുപോലെ പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം തേടിക്കൊണ്ട് സർവകക്ഷി യോഗം വിളിക്കാറുണ്ട്. അങ്ങനെ ഒരു പതിവ് സർവകക്ഷി യോഗം തന്നെയാണ് ഇത്തവണ വിളിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജിജു അടക്കമുള്ള അധ്യക്ഷതയിലാണ് ഈ യോഗം നടക്കുക. ഇതിൽ പ്രധാനമായും നമുക്കറിയാം, ഈ ശീതകാല സമ്മേളനം നാളെ മുതൽ ഡിസംബർ 20 വരെ ഒരു മാസക്കാലം നീളുന്ന ശീതകാല സമ്മേളനമാണ്. ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല അജണ്ടകളുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഏറെ കലുഷിതമാണ്. പ്രത്യേകിച്ച് ഈ അദാനി വിഷയമെല്ലാം തന്നെയും ഉയർന്നു വന്നൊരു പശ്ചാത്തലമുണ്ട്. അതുകൂടാതെ മണിപ്പൂരിൽ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു പശ്ചാത്തലം. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായും പാർലമെന്റ് വലിയ പ്രക്ഷുബ്ധമായ രീതിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ പാർലമെന്റ് നടപടിയുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. എന്തായാലും ഈ അദാനി വിഷയം അടക്കമെല്ലാം തന്നെയും ഇപ്പോൾ അദാനിക്ക് എതിരെ US കുറ്റപത്രം സമർപ്പിച്ചതും സമൻസ് അയച്ചടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഈ നരേന്ദ്രമോദിയുടെ നിലപാടുകൾ ഇതിൽ ഏറെ ശ്രദ്ധേയമാണ്. ഇതെല്ലാം തന്നെയും പാർലമെന്റിൽ കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണമെന്ന ആവശ്യം ഇത്തരത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കും. നേരത്തെയും JPC അന്വേഷണം അടക്കമെല്ലാം തന്നെയും പ്രതിപക്ഷം ആവശ്യപ്പെട്ട് നിൽക്കുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോഴാണ് ഒരു പുതിയ ആരോപണം കൂടി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇതെല്ലാം തന്നെയും ഈ ഒരു പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കും. അതുകൂടാതെ ഈ മണിപ്പൂരിൽ ഇപ്പോഴും സംഘർഷത്തിന് യാതൊരു അയവും വന്നിട്ടില്ല. ആ ഒരു പശ്ചാത്തലവും നിലവിലുണ്ട്.